ഭരണം മാറിയതോടുകൂടി എല്ലാവരും ചിന്തിക്കുന്നത് KV തോമസ്, നമുക്ക് ഡൽഹിയിൽ ഒരു പ്രത്യേക പ്രതിനിധി ഉണ്ടായിരുന്നു അല്ലെ, ആ KV തോമസ് എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. അതിനിടയിൽ മറ്റൊരു അഭ്യൂഹം വന്നത് അദ്ദേഹം BJP-യിലേക്ക് പോകുമോ? ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വരികയാണ്. നമുക്കറിയാം, ലാസ്റ്റ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതിരുന്നതിനെ തുടർന്നാണ് അദ്ദേഹം മറുകണ്ഠം ചാടി CPM-ലേക്ക് വരുന്നത്. CPM ആണെങ്കിൽ അദ്ദേഹത്തെ വളരെ കാര്യമായിട്ട് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് അവിടെ അവരോധിക്കുകയും ചെയ്തു. അപ്പോൾ കേന്ദ്രവുമായിട്ടും സംസ്ഥാനവുമായിട്ടും അതിൻ്റെ ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ നടത്തി കിട്ടാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ നിയമിച്ച സമയത്ത് പറഞ്ഞിരുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചു എന്നുള്ളത് കഴിഞ്ഞ സർക്കാർ പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അത് പോട്ടെ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ BJP പ്രവേശമാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാനുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്ന്, മറുകണ്ഠം ചാടിയതാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ഇനി CPM-ന് ഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതുണ്ട്. ഈ ഭരണത്തിൽ ഇരുന്ന് അദ്ദേഹത്തിന് ഓണറേറിയവും കാര്യവും ഒക്കെ ആയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു ദിവസം അതെല്ലാം നഷ്ടപ്പെട്ട് വീട്ടിൽ കയറി ഇനി അങ്ങ് രാഷ്ട്രീയ വനവാസം എന്നുള്ള രീതിയിൽ ഇരിക്കാനൊക്കെ KV തോമസിനെ പോലുള്ള ഒരു നേതാവിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് BJP-യിലേക്കോ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയാവുന്നത്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിയുടെയും ഒന്നും അംഗമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതൊരു പാർട്ടി വിളിച്ചാലും അദ്ദേഹത്തെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ളവരൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ VD സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനാരോഹണവും കാര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോൾ KV തോമസ് എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നം ഇട്ട് മാധ്യമങ്ങൾ അതെടുത്ത് ഒരു മൂലയ്ക്ക് മാറ്റിവെച്ചു. പിന്നീട് KV തോമസിനെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്തകൾ വന്നു തുടങ്ങുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ വളരെ നിർണായകമായിട്ട് നമുക്ക് തോന്നുന്നത്. എന്താണ്? ഇന്ന് അദ്ദേഹം CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ കാണുകയാണ്. ഈ കാണുന്നത് ചുമ്മാ അങ്ങ് കുശലം പറഞ്ഞ് തിരിച്ചു പോരാനുള്ളതല്ല എന്നുള്ളതാണ് അതിന്റെ കാര്യമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം CPM-ഉമായിട്ടുള്ള ബന്ധം ഞാനിവിടെ വിച്ഛേദിക്കുകയാണ് എന്ന് പറയുവാൻ വേണ്ടി, അതായത് ഇനി നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ല കേട്ടോ, ഇനി എന്നെ അതിൽ കുടുക്കിയിടരുത് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ള ചില ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് മുൻപ് പറഞ്ഞതുപോലെ ഇനി ഒരു സ്ഥാനമൊന്നുമില്ലാതെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില നേതാക്കൾക്ക് അങ്ങനെയാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകണം. എന്നാലാണ് അവർക്ക് തന്നെ തോന്നുള്ളൂ, ഞാനിങ്ങനെ ഒരു പാർട്ടിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പദവി ഉണ്ട്, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ശ്വസിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ബോധ്യം അവർക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള നേതാക്കളെ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ എപ്പോഴും വലിയ കാര്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ BJP-യെ സംബന്ധിച്ച് നമുക്കറിയാം, BJP-യിലേക്ക് പലരും ചുവട് മാറ്റുന്നുണ്ട്. ചുവട് മാറ്റിയിട്ടുള്ളവർക്കെല്ലാം തന്നെ അവർ അർഹിക്കുന്ന ഒരു പരിഗണന കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പരിഗണന കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പുറത്ത് യാതൊരു കാര്യത്തിലുമുള്ള പരിഗണനകളും കിട്ടാതെ വരുമ്പോൾ BJP-യിലേക്ക് ചാടി പോരുന്നത്. മാത്രമല്ല, ഏതാണ്ട് ഇന്ത്യ പൂർണ്ണമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അംഗമായിരിക്കുക അല്ലെങ്കിൽ അവർ നൽകുന്ന ഒരു പദവി വഹിക്കുക എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് സ്റ്റേബിൾ ആയിട്ട് പോകാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഭരണമാറ്റമൊക്കെ ഏത് സമയത്തും ഉണ്ടാകാം. പക്ഷേ ഇത്രയും സംസ്ഥാനങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഇനിയും ആവശ്യങ്ങൾ ഉണ്ടാകാം. കേന്ദ്രത്തിൽ മോദി തന്നെയാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ BJP സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ അദ്ദേഹം ഇന്ന് കണ്ടുകൊണ്ട് ഈ ബാന്ധവം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ തന്നിരുന്ന പദവിക്കനുസരിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിരുന്നു, നമ്മളെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറയുമല്ലോ, അങ്ങനെ പറഞ്ഞു വളരെ ചിരിച്ച് സമാധാനത്തോടുകൂടി ആ പടി ഇറങ്ങുകയാണ്. പടി ഇറങ്ങിയ അദ്ദേഹം അടുത്ത ചുവട് വയ്ക്കുന്നത് എങ്ങോട്ട്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം അടുത്ത ദിവസം ഡൽഹിക്ക് പോകുന്നുണ്ട്. ഞായറാഴ്ചക്കകം തന്നെ അദ്ദേഹം ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്.
നിർമ്മല സീതാരാമനുമായിട്ട് എന്തിനാണ് അദ്ദേഹം ചർച്ച നടത്തുന്നത്? ഡൽഹിയിലെ പ്രതിനിധിയായിരുന്നു, അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇതൊക്കെ സമ്മതിക്കലും ഒരു ഭരണമാറ്റം ഉണ്ടായ സംസ്ഥാനത്ത് നിന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കക്ഷിയുടെ പ്രത്യേക പദവികൾ വഹിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഭരണം പോയതിനു ശേഷം കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ധനമന്ത്രിയുമായിട്ട് എന്തിന് ചർച്ച നടത്തണം? യാതൊരു പദവിയുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ അദ്ദേഹം പ്രത്യേക പദവി ഒഴിഞ്ഞു. അതുകൂടാതെ കേരള ഹൗസിലെ 304 നമ്പർ മുറി ഒഴിഞ്ഞു. അങ്ങനെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അദ്ദേഹം അവിടെ നിന്നിട്ട് മമത പറഞ്ഞ പോലെ ഞാൻ പോവൂല, ഞാൻ ഈ കസേരയിൽ തന്നെ ഇരിക്കും, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ മാന്യത. അദ്ദേഹം കൃത്യമായിട്ട് ആ പദവിയൊക്കെ ഒഴിഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പോവുകയാണ് ഡൽഹിക്ക്. 5 ദിവസം അദ്ദേഹം അവിടെ തങ്ങും. കെ വി തോമസ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഈ 5 ദിവസത്തിനകമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടി ഉണ്ടാകുന്നുണ്ട്. അടുത്ത മാസം പകുതിയോടുകൂടി ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണനുമായിട്ട് അദ്ദേഹം ഒരു യൂറോപ്യൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ആ വിവരം. അപ്പോൾ നിസ്സാരമായിട്ടുള്ള ബന്ധമല്ല, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല അണിയറയിൽ നടക്കുന്നത്. ഇതൊക്കെ യൂറോപ്യൻ യാത്ര എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം കൃത്യമായി ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പദവികൾ വഹിക്കുന്നവർക്ക് അങ്ങ് പുറത്ത് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്ന് ചാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് വിമാനത്തിൽ കയറി നാളെ യൂറോപ്പിലേക്ക് പോകുന്നത് പോലെ ഒരു യാത്രയൊന്നും ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവർ തമ്മിൽ നടത്താറില്ല എന്നുള്ളതാണ്. നമ്മൾ പറയില്ലേ, മോദി നോർവേയിലേക്ക് പോയി, അല്ലെങ്കിൽ മോദി യൂറോപ്പിലേക്ക് പോയി, ഇല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക്. ഇതെല്ലാം കൃത്യമായി ചാർട്ട് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്, കാര്യങ്ങളാണ്. അതിനനുസരിച്ചാണ് ഒരു രാജ്യത്തിൻ്റെയും കാര്യങ്ങൾ നീങ്ങുന്നത്. അത് തന്നെയാണ് സാധാരണയായിട്ട് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും, എല്ലാത്തിനും ഒരു ചട്ടം ഉണ്ടാകും. ആ ചട്ടപ്രകാരം ഈ യൂറോപ്യൻ യാത്രയപ്പോൾ നേരത്തെ കാലേ കൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് KV തോമസ് ഉറപ്പിച്ചിരുന്നു എന്നുള്ളതല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡൽഹി ബന്ധങ്ങൾ മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പദവി ഉറപ്പിക്കാനുള്ള അടുത്ത നീക്കത്തിലേക്കും കടന്നതായിട്ട് വേണ്ടേ അത് നമ്മൾ ഊഹിച്ചെടുക്കാനായിട്ട്. എന്തായാലും ഇനിയൊരു കോൺഗ്രസ് പ്രവേശം നടക്കില്ല. തിരിച്ചു പോകുന്നത് ആരോ ചന്തയ്ക്ക് പോയതുപോലെ ആകും എന്നുള്ളത് പോലെയാണ്. അപ്പോൾ അതിലും മാന്യത എന്ന് തോന്നുന്നത്, അതിലും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യതയും ഉള്ളത് ഈ BJP ബന്ധത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അദ്ദേഹം ധനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. 2 CP രാധാകൃഷ്ണൻ നമ്മുടെ ഉപരാഷ്ട്രപതിയുമായിട്ട് യൂറോപ്യൻ യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ BJP ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള BL സന്തോഷുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതല്ല, കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ ബന്ധമുള്ള ആളാണ്, നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും BJP ദേശീയ സെക്രട്ടറിയാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നല്ല അടുത്ത ബന്ധമുണ്ട്. കൂടാതെ കർണാടകയിൽ നിന്നുള്ള RSS നേതാവ് കൂടിയാണ് BL സന്തോഷ്. ഇത് കൂടാതെ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും KV തോമസിന് ഡൽഹിയിലെ തങ്ങളുടെ പ്രത്യേക പ്രതിനിധി പദവി നൽകാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. KV തോമസിനെ സംബന്ധിച്ച് ഒന്ന് ചാടിയതുകൊണ്ട് ഇനി മറ്റൊന്നിലേക്ക് ചാടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. പിന്നെ രാഷ്ട്രീയമാണ്, ഒരു മാറ്റവും ഇല്ലാതിരിക്കുകയൊന്നുമില്ല, എല്ലാം സ്ഥിരമായി തന്നെ നിലനിൽക്കുകയൊന്നുമില്ല. നമുക്കറിയാം, ഇന്ന് കണ്ടവൻ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമായി മാറുന്നതൊക്കെ നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇത് സംഭവിച്ചാലും അതിശയപ്പെടാനൊന്നുമില്ല. എന്തായാലും KV തോമസ് മറ്റൊരു നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.